വാപ്പച്ചി കാശുണ്ടെങ്കിൽ ഞാനൊരു കാറ് വാങ്ങിത്തരാം, ബൈക്കൊന്നും വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അൾട്രാവയലറ്റിൻ്റെ F77 ആണ്. ഒരു ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് എന്നൊക്കെ പറയാം. അതായത് 3,80,000 രൂപ മുതൽ 5,44,000 രൂപ വരെ എക്സ്ഷോറൂം പ്രൈസിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് ബൈക്കാണ് അൾട്രാവയലറ്റിൻ്റെ F77. ഇത് അതിൻ്റെ റീകോൺ എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും F77 അൾട്രാവയലറ്റ് റീകോൺ ഷാഡോ എന്നൊക്കെ പറയാം. ഈ കളറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അൾട്രാവയലറ്റ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്ക് സുപരിചിതമായിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ദുൽഖർ സൽമാൻ, അതായത് നമ്മുടെ മലയാളത്തിൻ്റെ DQനൊക്കെ ഷെയറിലൊരു കമ്പനിയാണല്ലോ അൾട്രാവയലറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അൾട്രാവയലറ്റിൻ്റെ F77 റീകോണിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്കും സ്വാഗതം. അൾട്രാവയലറ്റിൻ്റെ F77 അതാണ് ഈ മോഡലിൻ്റെ പേര്. ഇപ്പോൾ നമുക്ക് കൗതുകങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും കൗതുകങ്ങളുടെ ഒരു ബഹളം ഉണ്ട് വണ്ടിക്കകത്ത്. ഫോർ എക്സാമ്പിൾ, ആ ഒരു വിമാനത്തിൻ്റെ പോലെ ഫിന്ന് കണ്ടോ? ആ ഫിന്നെന്ന് പറയുന്നത് അതിൻ്റെ മൾട്ടി ഫങ്ഷണൽ. അതായത് ശരിക്കും എന്തിനാണ് വിമാനത്തിൽ ആ ഒരു ചിറകെന്ന് പറയുന്നത്? എയറോ ഡൈനാമിക്സിന് മാത്രമല്ല, ആ ലിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് പറക്കുന്നത് തന്നെ ആ ഒരു ചിറകിൻ്റെ മുകളിലാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അൾട്രാവയലറ്റിൻ്റെ ഈ ഒരു വണ്ടിയുടെ ചിറകെന്ന് പറയുന്നത് എയറോഡൈനാമിക്സിന് മാത്രമല്ല, എയർ ആ ഒരു ബാറ്ററി അല്ലെങ്കിൽ മോട്ടറിനെ തണുപ്പിക്കാൻ വേണ്ടിയും പിന്നെ അതൊരു ക്രാഷ് ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഒരു ക്രാഷ് ഗാർഡിൻ്റെ അത്രയും സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു അൾട്രാവയലറ്റിൻ്റെ രൂപം എന്ന് പറയുന്നത് തീർത്തും കൺസർവേറ്റീവ് അല്ല, പക്ഷേ കാഴ്ചയ്ക്ക് നല്ല ചന്തമുള്ള രൂപമാണെന്നത് തന്നെയാണ്. ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ കാര്യം പറഞ്ഞാൽ തീർത്തും ഭംഗിയുള്ള ഹെഡ്ലാമ്പ്സ് ആണ്. കൂടാതെ ആ ഒരു ഫോർക്കിന് ഏകദേശം കവർ കൊടുത്തിട്ടുണ്ട്. ആ കവറിൻ്റെ മുകളിൽ F77 എന്ന് എഴുതിയത് ഒരു ഇത്തിരി ഒരു സട്ടിലാണ്. അതായത് വായിക്കാൻ നോക്കിയാൽ തന്നെ വായിക്കാൻ പറ്റുള്ളൂ. അത് തീർത്തും ഈസ്റ്റർ എഗ് എന്നൊക്കെ പറയാം. ആ ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കും വലിയ അലോയ് വീൽസും ആ ഒരു അലോയ് വീലിൻ്റെ മുകളിലുള്ള ആ ഒരു സ്റ്റിക്കറിങ്ങും കൂടാതെ വലിയ ഡിസ്ക് ബ്രേക്കുകളും ഒക്കെ ഒരു വളരെ കാര്യമായിട്ട് പറയാം. ഷാഡോ എന്ന് പറയുന്നത് ഈ ഒരു കളറിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. കൂടാതെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ശരിക്കും F77 റീകോൺ എന്നാണ്. റീകോൺ എന്നുള്ളത് ആ ഒരു ചാർജറിൻ്റെ മുകളിൽ വരുന്നത്. 2 സ്റ്റെപ്പ് സീറ്റുകളുണ്ട്, മികച്ച സീറ്റാണ്, ഇരിക്കാനൊക്കെ കൊള്ളാം. പിന്നെ ആ ഒരു സ്പ്രിങ് കണ്ടോ, ഷോക്ക് അബ്സോർബർ, അതിൻ്റെ മുകളിൽ ആ ഒരു ഹഗ്ഗർ ഉണ്ട് വീലിന്. പിന്നെ അത് ബ്രേക്കിൻ്റെ ആ ഒരു ഫ്ലൂയിഡാണ്. ഇനി 2 വശത്തും ആ ഒരു ഫുഡ് പെക്സ് എന്ന് പറയുന്നത് തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് ആണ്. താഴെ ആ ഒരു വലിയ വീൽ കാണാം. വലിയ വീലിൻ്റെ മുകളിലും ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങൾ തന്നെ ഉണ്ട്. പിന്നിൽ ഡിസ്ക് ബ്രേക്കാണ്. 2 ABS ആണ്, ഡുവൽ ചാനൽ ABS ആണ്. പക്ഷേ നമുക്ക് ABS ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡറും ടെയിൽ ലാമ്പും ആ ഒരു കുഞ്ഞൻ LED കാണാം പിന്നിലായിട്ട്. കൂടാതെ ഗ്രാബ് ഹാൻഡിലുണ്ട്. ഗ്രാബ് ഹാൻഡിൽ കാര്യം പറയുമ്പോഴേ ഇതിൻ്റെ പിന്നിൽ ബോക്സ് എല്ലാം വെച്ച് ഒരു ടൂറർ എന്ന നിലയ്ക്കുള്ള വണ്ടി നമ്മളവിടെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഫോട്ടോ കാണിക്കാം. കൂടാതെ എഞ്ചിനും അല്ലെങ്കിൽ എഞ്ചിൻ പറയാൻ പറ്റില്ല, മോട്ടറും ബാറ്ററി പാക്കെല്ലാം തന്നെ സെപ്പറേറ്റ് വച്ചിട്ടുണ്ട് അവിടെ. അതൊക്കെ തന്നെ നമുക്ക് കാണാമെന്നുള്ളതാണ്. ഇനി വശങ്ങളിലെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കാണ്. അൾട്രാവയലറ്റ് സ്റ്റിക്കറോ ഗ്രാഫിക്സൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് പെഡൽ ഉണ്ടെന്നുള്ളതാണ്. സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്കുകളിലൊക്കെ അവർ ആ 2 ബ്രേക്കും ആ ഒരു ഹാൻഡിൽ വെച്ചിട്ട് ഫുഡ് പാക്ക് വെറുതെ വയ്ക്കും. അത് ശരിക്കും ഓടിക്കാനുള്ള ഫണ്ട് പോകും. അതായത് ഐസ് കാറുകളുമായിട്ടുള്ള അല്ലെങ്കിൽ ഐസ് ബൈക്കുകളുമായിട്ടുള്ള കാറുകളല്ല, ബൈക്കുകളുമായിട്ടുള്ള ആ ഒരു ബന്ധം അവിടെ തീരുന്നില്ല. ഇത് പക്ഷേ ആ ഒരു ബാക്ക് ബ്രേക്ക് പിന്നിൽ തന്നെയാണ് എന്നുള്ളതാണ്. മോട്ടറിൻ്റെ പവർ എന്ന് പറയുന്നത് 38.8 HP ആണ്. ബാറ്ററി ബാക്ക് എന്ന് പറയുന്നത് 10.5 kWh ഏകദേശം. പിന്നെ 307 കിലോമീറ്ററാണ് റേഞ്ച് എന്ന് പറയുന്നത്. 3,80,000 രൂപ തുടങ്ങി 5,40,000 വരെ ആ ഒരു പ്രൈസ് വിവിധ വേരിയൻറ്റുകളുടെ പ്രൈസ് ഉണ്ടെന്നുള്ളതാണ്. എക്സ്ഷോറൂമാണ്. ഇനി ഒരു ഹാൻഡിൽ ബാർ കണ്ടോ? ഈ ഹാൻഡിൽ ബാറിന് TVSൻ്റെ വണ്ടികളുടെ ഹാൻഡിൽ ബാറായിട്ടൊരു ചേർച്ച തോന്നും. അത് മാത്രമല്ല കൗതുകം, TVSൻ്റേതായിട്ടുള്ള ആ ഒരു 3 കളറ്, കൊടിയുടെ കളറ് ഈ ഒരു വണ്ടിക്കും കാണാവുന്നതാണ്. ഇതാണ് കോക്പിറ്റ്. കോക്പിറ്റ് എന്ന് പറയുന്നത് മീറ്റർ കൺസോളിനാണ്. അതായത് തീർത്തും മനോഹരമായ ഒരു കോക്പിറ്റാണ്. ഡേ നൈറ്റ് മോഡുകളുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, മോഡുകളൊക്കെ മാറ്റാം. മോഡുകൾ മാറ്റുന്നത് ഇവിടെ കേട്ടോ. അതായത് മൈ F77 നാവിഗേറ്റ്, മൈ ട്രിപ്സ്, സെറ്റിങ്സ്, പെർഫോമൻസ്, ഡോക്യുമെൻറ്റ്സ്, ബ്ലൂടൂത്ത്, ബാറ്ററി. ഞാൻ ആ ബാറ്ററിക്ക് ഒന്ന് പോകാം. അതായത് എനിക്ക് ബാറ്ററിയുടെ കാര്യമാണ് ആദ്യം അറിയേണ്ടത്. ഇപ്പോൾ ഡിസ്പ്ലേയിലേക്ക് പോയി ബാക്ക് പോയിട്ടൊന്നുകൂടി നമുക്ക് ആ ഒരു ബാറ്ററിയിലേക്ക് പോകാം. കറണ്ട് ചാർജ് 74%, ചാർജ് ലിമിറ്റ് 80%. അപ്പോൾ ബാറ്ററി സീരിയൽ നമ്പർ, എക്സലൻറ്റ് കണ്ടീഷനാണ് ബാറ്ററി ടെമ്പറേച്ചർ, ഈ കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് കാണാവുന്നതാണ്. ഇനി പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫോർക്കാണ്. അതിനിടയിൽ കൂടെ പറയാണ് അൾട്രാവയലറ്റ് ലോഗോ ഇവിടെ ഉണ്ട്, ലൈറ്റിംഗ് ഇല്ല, ലോഗോ മാത്രമേ ഉള്ളൂ. TVSൻ്റെ പാർട്ട് ബിന്നിൽ നിന്ന് എടുത്ത ആ ഒരു സ്വിച്ച് കേസ് ആണെന്നുള്ളത് ഒറ്റ മനസ്സിലാവും. ഈ സ്വിച്ചുകളാണെങ്കിലും ഈ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് ആണെങ്കിലും ഈ സ്റ്റാർട്ട്, കൂടാതെ ഈ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ശരിക്കും TVS നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്വിച്ചിലൊരു പ്രധാനമായ മാറ്റം എന്ന് പറയുന്നത് ഇവിടെ അവർ ആ എഞ്ചിൻ മോഡ് വെച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് ആ മോഡ് മാറ്റാനായിട്ട് ഇവിടെയാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ആ ഒരു നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ, അതായത്
നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക എന്ന് പറയുമ്പോൾ മൊബൈൽ ആപ്പും കാര്യങ്ങളാണ്. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഡോക്യുമെൻറ്റ് കീപ്പ് ചെയ്യാനാണ്. പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താ നോക്കാം. പെർഫോമൻസ് എന്ന് പറയുന്നത് ഡ്യുവൽ ABSഉം റീജൻ ബ്രേക്കുമാണ്. ഞാൻ ഡ്യുവൽ ABS ഓൺ ചെയ്തിട്ട് ഓടിച്ചത്. കാരണം ഡ്യുവൽ ABS ആണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ. റീജൻ ബ്രേക്കിംഗ് നമുക്ക് ലോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു മീഡിയം ഹൈ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഏത് വേണമെങ്കിൽ ആക്കാം. ഹൈ ആക്കി കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക റീജൻ കിട്ടും. ബാറ്ററി കുറച്ചുകൂടി ചാർജൊക്കെ തന്നിട്ട് നമുക്ക് കുറച്ച് ടെക്നോമിക്കലായിട്ട് ഓടിക്കാമെന്നുള്ളതാണ്. ഇനി ഈ ഒരു പിന്നാക്കം പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി ആ ഒരു സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിനകത്ത് നമുക്ക് ഡിസ്പ്ലേ ഡേ നൈറ്റ് ഉണ്ട്. സൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു 20% ഇപ്പോൾ ഈ സൗണ്ട് ഒന്ന് കൂട്ടട്ടെ. ശരിക്കും ആ ഒരു സൗണ്ട് ഇപ്പോൾ 100% ആയി. ശരിക്കും ഈ സ്വിച്ചിൻ്റെ സൗണ്ട്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഹാപ്റ്റിക് സൗണ്ട് എന്ന് പറയില്ല, ആ സൗണ്ടാണത്. അത് മാത്രമല്ല ഡിസ്പ്ലേ ഞാൻ നൈറ്റ് ആക്കിയാണ്. ഡേ നൈറ്റ് ഡിസ്പ്ലേ ഉണ്ട്, ഓട്ടോ ബ്രൈറ്റ്നസ് ഉണ്ട്, മാനുവൽ ബ്രൈറ്റ്നസ് ഉണ്ട്. ഇപ്പോൾ ഡേ നൈറ്റ് എന്ന് പറയുമ്പോൾ നൈറ്റ് കുറച്ചുകൂടി കൂളാണ്. ഡേ ആകുമ്പോൾ അത് വൈറ്റ് ആണെന്നുള്ളതാണ് അവിടെ വൈറ്റിൻ്റെ ഒരു കാര്യം സെലക്ട് ചെയ്യുമ്പോൾ വെള്ളയേക്കാൾ കാണാൻ ഭംഗി ആ ബ്ലാക്ക് തന്നെയാണ് എന്നുള്ളതാണ്. ഇനി ഞാൻ ആ നൈറ്റ് ആക്കിയിട്ട് ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് പിന്നാക്കം പോവുകയാണ്. അതായത് ശരിക്കും ഒരുപാട് കാര്യങ്ങളുള്ള ഒരു മീറ്റർ കൺസോൾ എനിക്ക് കോക്ക്പിറ്റ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റുക. ഇനി നാവിഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു സംഗതി, മാപ്പ് ഉണ്ട് ഇതിനകത്ത്. ആ ഒരു മാപ്പ് നമുക്ക് ലോഡ് ചെയ്തിട്ട് എവിടേക്ക് വേണമെങ്കിൽ ആ ഒരു മാപ്പൊക്കെ ഇട്ടിട്ട് പോകാനുള്ള ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാൻ സ്വിച്ച് ഓൺ ചെയ്യാണ്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ ഒരു സംഗതികളൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഫാൻസി ആയിട്ട് ഓണായി വരുന്നുണ്ടോ. F77 എന്ന് പറഞ്ഞാൽ ആ ഒരു ആനിമേഷൻ കാണിച്ചു. ഗ്ലൈഡ് മോഡാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സംഗതി അറിയാം. നമ്മൾ പലപ്പോഴും ഇലക്ട്രിക് വണ്ടികൾ ഓടിക്കുന്ന ആളായതുകൊണ്ട് നമുക്കറിയാം. അതായത് ആ സമയത്ത് എടുക്കുന്ന ആ ഒരു ബാറ്ററി ലോഡാണത്. കൂടാതെ എത്ര റേഞ്ച് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലൈഡിലാണെങ്കിൽ ആ ഒരു റേഞ്ച് കാണാം. അപ്പോൾ ഈ ഒരു സ്വിച്ചിലാണ് നമ്മളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ ഒന്നുകൂടി ആ ഒരു മെനുവിലേക്ക് പോട്ടെ. അതായത് നാവിഗേറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. F77 എന്തൊക്കെയുള്ളത് ആ ഒരു വണ്ടിയുടെ F77 Recon ആണ് നമ്മൾ ഓടിക്കുന്ന വണ്ടി. ഏകദേശം 2288 കിലോമീറ്റർ ആയിട്ട്. പക്ഷേ ഓടിയ ഒരു ഫീലൊന്നുമില്ല. ടൈറ്റാണ് വണ്ടി എന്നുള്ളതാണ്. വിൻ നമ്പർ കാണാം. കളർ ഷാഡോ ആണ്. ഷാഡോ താഴത്ത് കളറിൻ്റെ പേരുണ്ട്. ഏകദേശം കാർബൺ ഫുട് പ്രിൻറ്റ് ആ CO2 കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യലായിട്ട് പറയാനുള്ളത്. കൂടാതെ മോഡ് അല്ലെങ്കിൽ ABS ഏതാണ് ഓണ്, ക്ലോക്ക്, ബാറ്ററി പെർസെൻറ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് സ്റ്റാൻഡ് ഡിപ്ലോയിഡ്, റിമൂവ് സൈഡ് സ്റ്റാൻഡ്, സ്റ്റാർട്ട് ദ മോട്ടർ എന്നാലും ഉദ്ദേശിക്കുന്നില്ല എന്നത്. അപ്പോൾ കണ്ണാടി കണ്ടോ. കണ്ണാടി ഒറ്റ പീസായിട്ട് തോന്നും. ഇതിനകത്താണ് അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഭാവിയിൽ ബൈക്കുകൾക്ക് ഇലക്ട്രിക് മിറർ വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു തുടക്കമൊക്കെ എടുത്ത് കാണാം. കാരണം നമുക്ക് ഇവിടെ ഈ ഒരു സൈഡിലേക്കോ അല്ലെങ്കിൽ അങ്ങോട്ടോ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു മിറർ അങ്ങനെ തന്നെയാണ്. ഇനി അപ്പ് സൈഡ് ഡൗൺ ആയിട്ടുള്ള ഫോർക്കിന് ആ ഒരു കവേഴ്സൊക്കെ കാണാം. തീർത്തും ക്ലീൻ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് എന്നുള്ളതാണ്. ഇതാണ് ആ ഒരു ചാർജിങ് പോർട്ട് കണ്ടോ. ഇതാണ് കീ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കീ ആണ്. ഇനി ഈ ഒരു വശത്ത്, അതായത് നമ്മുടെ ഇടതുവശത്തായിട്ട് ആ ഒരു ഫിന്നും അല്ലെങ്കിൽ ആ ഒരു ഫുഡ് പാക്കും കാര്യങ്ങളൊക്കെ തന്നെ കാണാനുള്ളൂ. അത് മാത്രമല്ല കാഴ്ചയ്ക്ക് തീർത്തും ഭയങ്കര വണ്ടിയാണെന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്. എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. F77 എന്നുള്ള ആ ഒരു കാര്യം ഒരുപാട് സ്ഥലത്ത് കണ്ടു. ഇപ്പോൾ DRLൻ്റെ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റിനകത്തുണ്ട്, ആ ഒരു സട്ടിലായിട്ടുള്ള സംഗതി ഉണ്ട്. നമ്മുടെ കൊടിയുടെ കളർ എന്ന് പറയുന്നത് ഈ ഒരു ഫോർക്കിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ, ഫോർക്കിൻ്റെ കവറിൽ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയത്. ഈ ഷാഡോ മാത്രമല്ല റെഡ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല സെൻറ്റിലിന് വേണ്ടി വൈറ്റാണ്. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറൊക്കെയാണ്. അപ്പോൾ ഷാഡോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സട്ടിലായിട്ടുള്ള ഈ ഒരു മാറ്റ് കളറും കൂടാതെ യെല്ലോ ഇൻസേർട്ടുകളാണ്. വലിപ്പമുള്ള ടയറുകളാണ്. ഈ ഒരു ടയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 150 ബാക്കിൽ. അപ്പോൾ ഫ്രണ്ടിലെ ആ ഒരു ടയറും അത്യാവശ്യം വലിയ ടയറാണ്. അത് നല്ല സ്റ്റേബിളാണ് വണ്ടി. 110 ടയറാണ്. അത്യാവശ്യം നല്ല സ്റ്റേബിളാണ് വണ്ടി. കൂടാതെ നമുക്ക് ആ ഒരു ഫുൾ ഫെയറിങ്ങുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ കാണാനുള്ള ഭംഗിയുണ്ട്. ലിവറുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലിവറുകളല്ല, ഈ ഒരു ബ്രേക്ക് ലിവർ. കൂടാതെ ഇതാണ് ആ ഒരു അറ്റത്തുള്ള ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇതാണ് അൾട്രാവയലറ്റിൻ്റെ ഒരു പൊതുവായിട്ടുള്ള രൂപം, ആ ഒരു ഇനീഷ്യൽ ഫീച്ചേഴ്സും. ഇനി നമുക്ക് വണ്ടിയെടുത്ത് ഓടിക്കാമെന്ന് പറയുമ്പോൾ ശരിക്കും ബാലിസ്റ്റിക് മോളിറ്റർ പൊളിച്ചടയ്ക്കൊന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് വണ്ടിയെടുത്ത് ഓടിക്കാം. അപ്പോൾ ഈ സീറ്റിൻ്റെ കാര്യമാണ് പറയാം. ഈ സീറ്റിന് അത്യാവശ്യം നല്ല സോഫ്റ്റ് ഫീൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി അൾട്രാവയലറ്റിൻ്റെ ഒരു F77 എവിടെ കണ്ടേ, അത് നമ്മൾ ഇവിടെയാണ് കണ്ടത്. F77 ഷാഡോ. ഇതാണ് അൾട്രാവയലറ്റ് F77 മോട്ടർ. ഇത് ബാറ്ററി ബാക്ക് ഏകദേശം 10.5 kWh ബാറ്ററി പാക്കാണ്. ഇത് ചാർജ് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ബൂസ്റ്റ് ചാർജറും ഒന്ന് നോർമലും. ആ ഒരു ബൂസ്റ്റ് ചാർജറിന് ഏകദേശം ഒരു 3 മുതൽ 4 മണിക്കൂർ വരെയും. ആ ഒരു നോർമൽ ചാർജറിൽ 5 മണിക്കൂറിന് പുറത്ത് ചാർജ് ചെയ്യാൻ എടുക്കുന്നതാണ് സമയം. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കൂടെ നമുക്ക് ബൂസ്റ്റ് ചാർജർ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ 3 ഫേസ് ആവശ്യമില്ല. അത് മാത്രമല്ല F77 ലിമിറ്റഡ് എഡിഷൻ്റെ കൂടെ ഈ ഒരു ചാർജർ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. DQ അഥവാ ദുൽഖർ സൽമാൻ ഷെയറുള്ള കമ്പനിയാണ് അൾട്രാവയലറ്റ്. അപ്പോൾ അൾട്രാവയലറ്റിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ദുൽഖറിനെ കുറിച്ച് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. അതായത് നമ്മൾ ഈ വണ്ടിയെക്കുറിച്ച് 2017 ഈ വണ്ടിയെക്കുറിച്ച് റിസർച്ച് നടന്ന കാര്യം കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് സ്റ്റൈലിൽ ഓടിച്ച് കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയും. നമ്മളെന്നല്ല, നാട്ടുകാർ മുഴുവൻ കൂടുതൽ അറിയുന്നത് എപ്പോഴാണെന്നറിയോ, തൻ്റെ കാറുകളെ കുറിച്ച് ദുൽഖർ ഒരു വീഡിയോ ചെയ്യേണ്ടതായിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പോർഷയെക്കുറിച്ചുള്ള 911 കുറിച്ചുള്ള വണ്ടി, GTC കുറിച്ചുള്ള വീഡിയോ, അവിടുന്ന് അങ്ങോട്ട് മെഴ്സീഡീസ് ബെൻസിനെ കുറിച്ചുള്ള വീഡിയോ, അവിടുന്ന് അങ്ങോട്ട് പിന്നെ പുള്ളി കാണിക്കുന്നത് ഒരു സ്പേസാണ്. ഈ സ്പേസിൽ ഫ്യൂച്ചർ വരുന്നു എന്നുള്ളതാണ്. അതായത് ഇലക്ട്രിക്കാണ് ഫ്യൂച്ചർ എന്നുള്ളതാണ്. അങ്ങനെ ആ സ്പേസ് കണ്ടപ്പോഴാണ് ബൈക്കാണ് എന്നുള്ളത്. കാരണം ചെറിയ സ്പേസാണ്. അപ്പോൾ വാപ്പച്ചി കാശുണ്ടെങ്കിൽ ഞാനൊരു
കാറ് വാങ്ങിത്തരാം, ബൈക്കൊന്നും വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞ ദുൽഖർ സൽമാൻ്റെ സ്വന്തം കമ്പനി ഒരു ബൈക്ക് കമ്പനിയാണ് എന്നുള്ളതാണ്. സ്വന്തം കമ്പനി എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് ബൈക്ക് കമ്പനി എന്നുള്ളതാണ് ഒരു ഇത്തിരി എന്താ പറയുക രസമുള്ള കാര്യം. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഈ ഒരു F77 കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇത് അൾട്രാവയലറ്റ് F77 ആണ്, F77 റീകോൺ. അപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിക്കാൻ എടുത്തത്, അത് ഇതിൻ്റെ പ്രിവ്യൂ ലോഞ്ച് നടന്ന സമയത്ത് നമ്മൾ വന്നിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇതിനെക്കുറിച്ച് പേഴ്സണലായിട്ട് അറിഞ്ഞൊന്നുമില്ല. അപ്പോൾ സിനിമകളൊക്കെ കാണുമ്പോൾ അറിയില്ലേ, തീർത്തും അമിത പ്രതീക്ഷകളുടെ റെഡ് വണ്ടി, അമിത പ്രതീക്ഷകളുടെ ഭാരമൊന്നും ഇല്ലാണ്ടാണ് ഞാൻ അൾട്രാവയലറ്റ് ഓടിക്കാൻ എടുത്തത്. അതായത് എങ്ങനെയായിരിക്കും നമുക്ക് ഏകദേശം രൂപമുണ്ട്, കാരണം നമ്മൾ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എയ്ത്തർ ഓടിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഓപ്പൺ ഇലക്ട്രിക് നമ്മൾ ട്രാക്കിൽ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തീർത്തും പറഞ്ഞത് ഇത് ഒരു വലിയ ബൈക്കാണ്, കാണുമ്പോൾ നല്ല സൈസ് ഉണ്ട്. അത് മാത്രമല്ല കയറി ഇരുന്നപ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പം തോന്നിച്ചു. നല്ല ഒരു കാര്യമുണ്ട്, ഓടിക്കുമ്പോൾ ട്രാക്ക് അല്ലെങ്കിൽ എന്താ പറയുക ട്രാക്കിലും നമ്മൾ റോഡിലും ഓടിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളായിട്ട്, രണ്ട് വിഭാഗമായിട്ടാണ് തിരിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം കാര്യങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് അറിയാനുണ്ടല്ലോ. അപ്പോൾ ഒന്നുമില്ലാതെ ഒരു കാര്യമില്ലാണ്ട് കയറി ഓടിക്കാമെന്ന് വിചാരിച്ചു. ഓടിക്കാൻ കയറി അപ്പോൾ 3 മോഡുകളുണ്ട് ഈ വണ്ടിക്ക്. ഇപ്പോൾ ഞാൻ ബാലിസ്റ്റിക്കിലാണ് അവിടെ നിന്ന് മാറ്റിയിട്ട് മോഡ് മാറട്ടെ. അത് മോഡ് മാറ്റി ഗ്ലൈഡ് ആക്കി. ഗ്ലൈഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ മോഡാണ്, എക്കണോമി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗ്ലൈഡ് മോഡ്, കോമ്പാറ്റ് മോഡ് കുറച്ചും കൂടി ഒരിത്തിരി കൂടി പവർഫുൾ ആയിട്ടുള്ള മോഡാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്വിച്ചും കൂടി ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ മാറും, ബലാസ്റ്റിക് മോഡിലേക്ക് എത്തും. ഈ ബലാസ്റ്റിക് മോഡ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മോഡാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൈ കൊടുത്താലേ പറന്ന് കയറി അങ്ങ് പോവും. ഏകദേശം 145 കിലോമീറ്ററോളം ഒരു സ്പീഡാണ് ഈ ഒരു വണ്ടിക്ക് കമ്പനി പറയുന്നത്. അതായത് ടോപ്പ് സ്പീഡ്. ഇപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു റോഡിൽ ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഒരു 0 to ടൈമിംഗ് ഒന്ന് നോക്കാം. അതുകൊണ്ട് ടോപ്പ് സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല, അതിന് ട്രാക്ക് പോകുമ്പോൾ പറ്റുകയാണെങ്കിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് കൈ കൊടുത്ത് കാണിക്കാം. കൈ കൊടുത്ത് കാണിക്കുമ്പോൾ തിരുവിൽ കൈ കൊടുത്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈഡിങ് അല്ലെങ്കിൽ ഹാൻഡിലിങ്ങിനെ കുറിച്ച് പറയണം. ഇതിന് അത്യാവശ്യം നല്ല റൈഡും ഹാൻഡ്ലിങ്ങും ഉണ്ട്. അതായത് ഇതിൻ്റെ സസ്പെൻഷൻ മികച്ചതാണ് എന്നുള്ളതാണ്. വലിയ ഫോർക്കും വലിയ സ്വിങ്ങാമും വലിയ വീലുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്, റൈഡും എല്ലാമാണ്. അതായത് നല്ല രസമുള്ള വണ്ടിയാണ് ഓടിക്കാനായിട്ട്. ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള നേച്ചർ, ബാക്ക് ബ്രേക്ക് പിന്നിലെ ബ്രേക്ക് എന്ന് പറയുന്നത് കാലിലാണെന്നുള്ളൊരു ഗുണമായിട്ട് കാണാം. അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്കുകൾ, ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ കാണിക്കുന്ന കാര്യമുണ്ട്, 2 ബ്രേക്കും കൈൻ്റെ മുകളിൽ വയ്ക്കും. അപ്പോൾ നമുക്ക് കാലിന് മുകളിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഐസ് ബൈക്കുകളുടെ ആയിട്ടുള്ള ഒരു ടച്ച് അങ്ങ് വിടും. ഈ ഒരു വണ്ടിക്ക് ആ ഒരു കാര്യമില്ല. അപ്പോൾ ഗട്ടറിൽ കൂടെ ചാടുമ്പോഴും വണ്ടി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി ഞാനിപ്പോൾ ബാലിസ്റ്റിക് മോഡിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ പറന്നു പോകുന്ന കാര്യം പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. അതായത് 0 to 100 ടൈമിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഇതിൻ്റെ ബാറ്ററി പാക്കിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ബൈക്കുകൾ കാണുന്ന ഏറ്റവും വലിയ ബാറ്ററി പാക്കുകൾ ഒന്ന് തന്നെയാണ്, ഇത് സംശയമൊന്നുമില്ല. 10.5 kWh ബാറ്ററിയാണ് ഉള്ളത് ഏകദേശം. അത് മാത്രമല്ല സ്പെക്കും നല്ല സ്പെക്കാണ്. നല്ല സ്പെക്ക് എന്ന് പറയുമ്പോൾ നല്ല സ്പെക്കെന്ന് വെറുതെ പറയില്ല. 38.8 HP എന്ന് പറയാം, ഇലക്ട്രിക്കാണല്ലോ. 95 എണ്ണം, അതായത് മികച്ച ഒരു പവർ ടോർക്ക് ഫിഗറുകളുള്ള ഒരു വണ്ടിയാണ് അൾട്രാവയലറ്റിൻ്റെ ഈ ഒരു F77 എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 3,80,000 മുതൽ 5,40,000 വരെ ഷോറൂം പ്രൈസ് വെച്ചിട്ടാണ്. ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ കുറേ സബ്സിഡി കാര്യങ്ങളുള്ള ഓൺ റോഡ് പ്രൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരില്ല. ഈ ലോറി മറന്ന് കൈയോടെ കറണം, പക്ഷെ വേണ്ട. അതുകൊണ്ട് തന്നെ ആ ഒരു വില എന്ന് പറയുന്നത് ഒരു ഇത്തിരി ഭീകരമായ വിലയാണ്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇൻ്റർസെപ്റ്റർ 650 ഒരു പ്രൈസ് റേഞ്ചിലേക്ക് കാണാം, അല്ലെങ്കിൽ 5,80,000 നിഞ്ചയുടെ ഒക്കെ പ്രൈസ് റേഞ്ചിലേക്ക് കാണാം. എന്ത് തോന്നുന്നു 300 അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളുടെ. അപ്പോൾ അങ്ങനെ ആ ഒരു വണ്ടികളുടെ പ്രൈസ് റേഞ്ച് കാണുമ്പോൾ അതിന് മാത്രമുള്ള വണ്ടി ഉണ്ടോ ഇത് എന്നുള്ളത് ചോദിക്കാമല്ലോ. ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയട്ടെ ഉണ്ട് കേട്ടോ. അതായത് എനിക്ക് ഇതിൻ്റെ ആക്സിലേഷൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, ബ്രൂട്ടലായിട്ടുള്ള ആക്സിലേഷനാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ ക്ലിക്ക്. ഇനീഷ്യൽ ആക്സിലേഷൻ എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു കുടലും പണ്ടൊക്കെ പുറത്തു വരുന്ന ഫീൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കാറിൽ ലൂഡിക്രസ് മോഡുണ്ട് ടെസ്ലയ്ക്ക്, ആ ഒരു മോഡുള്ള ഇലക്ട്രിക് ബൈക്കാണ് ഈ ഒരു വണ്ടി എന്ന് പറയാം. ഇപ്പോൾ ഞാനിതിനെ പൊക്കി പറയുകയാണെന്ന് തോന്നുന്നത്, കാരണം എല്ലാം ഫീലിംഗാണ് പറയുന്നത്. പിന്നെ ശരിക്കും നമ്മുടെ ഒരു ഇലക്ട്രിക് വണ്ടി എന്ന് പറയുന്നത് എല്ലാവരും എഫിഷ്യൻസി നോക്കുക. ഇതിൻ്റെ എഫിഷ്യൻസിയുടെ കാര്യം മാത്രമല്ല, അതിലൂടെ പെർഫോമൻസും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൈസ് പോയിന്റ് ഒരിത്തിരി ഹൈ ആണെന്ന് തോന്നുന്നു, പക്ഷേ ഈ ഒരു പെർഫോമൻസ് കിട്ടുന്ന ഒരു നല്ല ഐസ് ബൈക്കിനും അത്യാവശ്യം വിലയുണ്ടല്ലോ. ദിസ് തിങ് ഈസ് ഫ്ലൈങ്, ലിറ്ററലി ഫ്ലൈങ്. ഓക്കെ, അപ്പോൾ സ്പെക്ക് ഞാൻ പറഞ്ഞു വന്നത്, ഏകദേശം ആ ഒരു സ്പെക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും
38.8 HP 95 Nm എന്ന് പറയുന്നത് മികച്ച ഒരു സ്പെക്ക് തന്നെയാണെന്നുള്ളത് നിസ്സംശയം പറയാമെന്നുള്ളത് തന്നെയാണ്. അതായത് ഓടിക്കാൻ രസമുള്ള ഒരു ഇലക്ട്രിക് ബൈക്കാണ് അൾട്രാവയലറ്റ്. ഞാൻ ഈ ഒരു നെഗറ്റീവുകളൊന്നും പറയണ്ടോന്ന് ചോദിച്ചു, പക്ഷേ ഇല്ല, നെഗറ്റീവുകളൊന്നും തന്നെ ഇതുവരെ കണ്ടില്ല. എന്നാലും ഒരു റൗണ്ട് കൂടി ഒന്ന് ഓടിക്കേണ്ടതുണ്ട്. ഇനി കുറച്ച് കൗതുകങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. കൗതുകങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇനീഷ്യൽ റൈഡിൽ പറയാൻ പറ്റില്ല. കൗതുകങ്ങൾ എന്ന് പറയുന്നത് വണ്ടി ഫാസ്റ്റ് ആണെന്നുള്ളൊരു കൗതുകമാണ്. കൂടാതെ ദുൽഖർ സൽമാൻ വണ്ടി, അതായത് ബൈക്ക് ഓടിക്കാൻ തുടങ്ങുന്നു, ഓടിച്ചു തുടങ്ങി കണ്ടില്ല, ഓടിക്കാൻ തുടങ്ങുന്നത് മറ്റൊരു കൗതുകമാണ്. ഇനി റീജനറേഷൻ ഉണ്ട്, 3 മോഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റീജനറേഷൻ ഉണ്ട് എന്നുള്ളൊരു ഗുണമാണ്. അതായത് നമുക്ക് തീർത്തും ഒരു അസിസ്റ്റ് കിട്ടുമെന്നുള്ളതാണ് ബ്രേക്കിങ്ങിന്. അപ്പോൾ എഞ്ചിൻ ബ്രേക്കിന് കണ്ടാൽ മതി, എഞ്ചിൻ ബ്രേക്കായിട്ട് കണ്ടാൽ മതി. ഇനി പറയാനുള്ളത് ശരിക്കും ഒരു ഇനീഷ്യൽ ഡ്രൈവ് അല്ലേ, അതായത് അധികം വണ്ടിയൊന്നും ഓടിക്കുന്നില്ല, കുറച്ച് ദൂരം ഓടിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയെക്കുറിച്ച് പറയില്ല. എന്നാലും 0 to 100 ടൈമിംഗ് നോക്കണമെന്നുണ്ടെങ്കിൽ, അതായത് 0 to 100 ടൈമിംഗ് എത്ര സമയം കൊണ്ട് നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിർത്താൻ വണ്ടി വന്ന്, അതായത് ഒരുപാട് വണ്ടികളുള്ള ഒരു റോഡാണ്. അപ്പോൾ നമുക്കൊന്ന് നിർത്തിയിട്ട് നോക്കാം. ശരിക്കും ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാങ്ങുന്ന ആൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡായിട്ടുള്ള വണ്ടികൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ആ ചേട്ടൻ എന്തോ ചീത്ത പറഞ്ഞു, ബാംഗ്ലൂരാണേ, ചീത്ത കേൾക്കും. അപ്പോൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. ഐ ഹോപ്പ് 100 കടന്നു എന്നുള്ളത് ഞാൻ താഴ്ത്തുന്ന ടൈമിംഗ് എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ബൈക്ക് എന്ന നിലയ്ക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത സോർട്ടഡ് ഔട്ടായിട്ട് ഒരു വണ്ടിയാണ് ഈ ഒരു അൾട്രാവയലറ്റ് F77 എന്നാണ് എനിക്ക് തോന്നിയത്. അതിന് കാരണം എന്ന് പറയുന്നത് അവർ പറഞ്ഞു ഏകദേശം പ്രൊഡക്ഷൻ റെഡി വണ്ടിയാണിത് എന്നുള്ളതാണ്. കണ്ണാടി അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്. കൂടാതെ ഇലക്ട്രിക് ബൈക്കുകളിലേക്കുള്ള കടന്നു വരവ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പായിട്ട് അൾട്രാവയലറ്റിൻ്റെ F77 സ്പോട്ട് ഓൺ ആണ് എന്നുള്ളതാണ്. പ്രൈസ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 3,80,000 രൂപ കിട്ടുന്ന വണ്ടിയായിരിക്കും വാല്യൂ ഫോർ മണി. ആ ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞ ആ ഒരു ബ്രൂട്ടലായിട്ട് പെർഫോമൻസും അല്ലെങ്കിൽ ഇലക്ട്രിക്കിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും കിട്ടുന്ന വണ്ടി എന്ന നിലയ്ക്കാണ് കേട്ടോ. അതല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഐസ് വണ്ടിയിൽ കിട്ടുന്ന കുറേ കാര്യങ്ങൾ ഈ വണ്ടിക്കകത്ത് നഷ്ടമുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് തീരെയില്ലല്ലോ, സൗണ്ടോ ലഹളയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലില്ല. പക്ഷേ ഇലക്ട്രിക്കിൻ്റെ ആ ഒരു മോട്ടർ വൈനുണ്ട്, അതൊരു ഫീലുള്ള കാര്യമാണ്. കൂടാതെ ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും കേക്ക് വാക്കാണ്, ഞാൻ വീണ്ടും പറഞ്ഞു. അപ്പോൾ നെഗറ്റീവിനായിട്ട് ഇനീഷ്യൽ റൈഡിൽ ഞാനൊന്നും കണ്ടില്ല. റേഞ്ച് 124 കിലോമീറ്ററായിട്ട് കുറഞ്ഞു ബാലിസ്റ്റിക് മോഡിൽ ഓടിച്ചപ്പോൾ, വിച്ച് ഈസ് ഗുഡ്. കാരണം ഈ ഒരു റോഡ് എന്ന് പറയുന്നത് അത്ര എന്താ പറയുക, നല്ല റോഡല്ല, ഗട്ടറും കാര്യമുള്ള റോഡാണ്. മാത്രമല്ല അങ്ങനെ എല്ലാം കൂടി ചേരുമ്പോൾ, എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരുപാട് കൗതുകങ്ങളുണ്ട് എന്നുള്ളതാണ്. ഞാൻ സേവ് ചെയ്യാണ് ദുൽഖറിൻ്റെ ബൈക്കോടുള്ള ഇഷ്ടം. അത് പക്ഷേ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വണ്ടിയുടെ കാര്യം എന്ന് പറയുന്നത്. ചെറിയ വീഡിയോ ആയിരിക്കും, ചെറിയ കാര്യങ്ങളാണ്. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ബജാജ് പൾസറിൻ്റെ വീഡിയോയിൽ ഒരുപാട് സ്വന്തം കഥകളൊക്കെ പറയാൻ പോയി. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അതൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ശരിക്കും റൈഡ് ഇവിടെ തീരുന്നില്ല. ഇനി നമ്മൾ ട്രാക്കിൽ പോയിട്ട് ഒരു ഓടിക്കലുണ്ട്. ആ ട്രാക്കിൽ ഓടിക്കുന്ന കൂടി ക്യാമറ വെച്ച് ഓടിക്കണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡ്ലിങ് പാർട്ടിനെ കുറിച്ച് ഒന്നും പറയാം. അപ്പോൾ റോഡിൽ ഓടിക്കുന്ന കാര്യത്തിൽ നല്ല ഷോക്ക് അബ്സോർബറും നല്ല സസ്പെൻഷനും നല്ല ആ ഒരു വണ്ടിയുടേതായിട്ടുള്ള സ്വഭാവങ്ങളും നല്ല ഡൈനാമിക്സുമുള്ള ഒരു ബൈക്ക്. ഇത് മറ്റു 2 മോഡുള്ള അത്ര ഫണ്ണൊന്നും അല്ല. ഗ്ലൈഡ് മോഡെന്ന് പറയുന്നത് തീർത്തും ഒരിത്തിരി കൂടി സൈലൻറ്റും അല്ലെങ്കിൽ ഒരിത്തിരി കൂടി എന്താ പറയുക സുഖമില്ല ഓടിക്കാൻ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ സുഖമില്ല അല്ല, സിറ്റി യൂസിനൊക്കെ അത് മോഡൽ തന്നെ ആയിരിക്കും. പക്ഷേ ഓടിക്കാനായിട്ട് നല്ല ഇത്തിരി ഒരു ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓടിക്കുമ്പോൾ ടെസ്ലയുടെ ലുഡിക്രസ് മോഡ് പോലെ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു മോഡിട്ട് ഓടിക്കുന്നതായിരിക്കും നല്ലത്. ആകെയുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് പട്ടിയാണത്. ഡോഗ്സ് ആർ ഡേഞ്ചറസ് ഫോർ ദിസ് റോഡ്. ഡോഗ്സിനെ നമുക്ക് പേടിക്കണം, കാരണം ബൈക്കാണ് വേണ്ടേ, ഡോഗ്സ് പ്രശ്നം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് എന്ന് കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം, എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെയാണ് നമ്മുടെ ഇന്ധനം, അറിയാലോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കൈ കൊടുത്തിട്ടേ കഥകളൊന്നും പറയാതെ ഓടിക്കാം. ഇപ്പോൾ കഥകളൊന്നും പറയാമെന്ന് പറയുമ്പോൾ എപ്പോഴും തമാശ കഥകൾ പറയുന്നാൽ ആളുകൾ കേൾക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കാര്യമായിട്ട് പറയുമ്പോൾ ആളുകൾ മൈൻഡ് ചെയ്യില്ലെന്നും പറയുന്നുണ്ട്. എന്തായാലും പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തമാശയാണെങ്കിലും അതിനൊത്തിരി കാമ്പുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും വണ്ടിയുടെ കാര്യമാകുമ്പോൾ വി എക്സ്പീരിയൻസ്, വി റൈഡ്, വി ഷെയർ, അങ്ങനെയാണ് നമ്മുടെ റിവ്യൂ ഫോർമാറ്റ്. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.